ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഒരു ചെറിയൊരു സ്പേസ് പുല്ല് പിടിച്ചൊരു സ്പേസും പിന്നെ ചെറിയൊരു ബേസ് മോഡലൊരു വീടാണ് ചെയ്തത്. നമുക്കിനി അതിനൊരു ചുറ്റുമതിൽ വേണം. അതൊരു ചെറിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിട്ടുള്ളതല്ല, സാധാരണ ഒരു നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തട്ടിക്കുട്ടി എടുക്കുന്ന ഒരു മതിൽ, നമ്മൾ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മതിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്ത വർക്ക് മൊത്തമായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ ഒരു പുതിയൊരു ഫയലിൽ പ്ലേസ് ചെയ്ത്, അത് കഴിഞ്ഞൊരു ക്യൂബ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നടുക്ക് നിർത്തി, എന്നിട്ട് എസ് പിന്നെ ഷിഫ്റ്റ് സെറ്റ് വെച്ചിട്ട് എക്സും വൈയും സെറ്റ് ചെയ്തിട്ട് നമ്മൾ മൊത്തം വലുതാക്കി ഒരു വലിയൊരു മറ്റേ ആ മതിലിൻ്റെ വീടിൻ്റെ ചുറ്റും ആ സ്പേസ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ആ ക്യൂബാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നത്, നമ്മൾ എഡിറ്റ് മോഡിലേക്ക് വന്നിട്ട് ഫേസ് മോഡിലേക്ക് വരും. എന്നിട്ട് അത് സെലക്ട് ചെയ്യും, എന്നിട്ട് എക്സ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വാളായി കഴിഞ്ഞു. അതൊരു തിൻ ലെയറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമുക്കത് കുറച്ചൊരു ബ്രിക്സിൻ്റെ ഒരു സൈസ് ആക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അത് വെർട്ടിക്കൽ ലൈനിലെല്ലാം സെലക്ട് ചെയ്യുക. 4 സൈഡിലെയും ടോപ്പ് വെർട്ടിക്കൽ ലൈൻ എല്ലാം സെലക്ട് ചെയ്യുക. ഫേസിൽ നിന്ന് മാറ്റിയിട്ട് വെർട്ടിക്കലിൽ ക്ലിക്ക് ചെയ്തിട്ട് 4 സൈഡും ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡിഫൈയിൽ പോവുക. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ മോഡിഫൈയിൽ പോവുക. മോഡിഫൈയിൽ ന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറേറ്റ് ഇതിൽ പോയിട്ട് സോളിഫൈഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് തിക്നെസ് 0.1 ആക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു തിക്നെസ് നമ്മുടെ ആ വാളിന് വരും. നമ്മൾ ഏകദേശം ആ ഒരു വാള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓപ്പൺ സ്പേസ് ഫ്രണ്ടിൽ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ Ctrl R പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ Ctrl R വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയും. മറ്റേ അതിൻ്റെ ഫേസ് എഡിറ്റ് വന്നിട്ട് സ്പേസ് കട്ട് ചെയ്ത് കളയും. അതാണ് വരുന്ന ഒരു ഗേറ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്യണത്. ഇതൊരു ബേസ് മോഡലാണ്. നമ്മൾ ചെറിയ കാർട്ടൂണുകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു കോമ്പൗണ്ടിനകത്തൊരു വീട് അങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചു പോകാവുന്ന ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള എല്ലാവരോടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. കാരണം കണ്ടമാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോളമാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടുള്ളൂ. അതിനോടുള്ള എന്താ പറയുക, സ്നേഹം അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ആത്മാർത്ഥത കൂടുന്നത് അങ്ങനെയാണ്. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് ശരിയാണ്. ഞാൻ കുറേയൊക്കെ ഇതായിട്ട് നമുക്ക് പതുക്കെ ഒരു വീടിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മൊത്തം ഗ്രൂപ്പ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് അങ്ങ് പതുക്കെ ഡാർക്കായി കൊടുക്കുന്നതാണ് കളറ്. ഇതാണ് വരുന്നത്. ഇത് സാധാരണ ഇത് മൊത്തമായിട്ട് നമ്മൾ കളർ ചെയ്തിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് വീട് ഒന്ന് ചെറിയ ഇതാക്കും. ഞാൻ മെയിനായിട്ട് കാർട്ടൂണുകൾ അല്ലെങ്കിൽ ചെറിയ സ്ക്രിപ്റ്റിങ്ങുകൾ ചെയ്യുന്ന ടൈപ്പുള്ള വീടുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതും വാച്ച് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.